ഹായ് ഗായ്സ്, മലപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴുള്ള ചില സംഭാഷണങ്ങളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് അറിയിക്കാനാണ് എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നൊരു ടാസ്ക്കാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാ കണ്ടസ്റ്റൻറ്റും നമ്മുടെ ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ടാസ്ക് എന്ന് പറയുന്നത് അവർ കുറേ മുമ്പിൽ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് മെഡലും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റായിട്ട് എത്തിച്ചേരണം എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അതിൽ റെനീഷ, നമ്മൾ റണ്ണറപ്പായിട്ടുള്ള സീസൺ 5 റണ്ണറപ്പായിട്ടുള്ള റെനീഷയൊക്കെ ഉണ്ട്. അപ്പോൾ റെനീഷ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻറ്റിനെ വഴി തിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് റെനീഷ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ടസ്റ്റൻ്റ് കൂടെ വന്നവരുടെ ഹെൽപ്പ് തേടിയിട്ടാണ് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വഴി തിരിച്ച് ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് റെനീഷ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തു. അതിൽ കേട്ടത് വെച്ച് നമ്മുടെ ഷാനവാസ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പാനി ശരത്ത് നന്നായിട്ട് ചെയ്തു എന്നാണ്. അതായത് കണ്ണ് കെട്ടിയിട്ടാണ് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് ചെയ്തെന്നാണ് അതിൽ പോയി കണ്ടവർ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുധിയുടെ കാര്യമാണ്. സുധി ആദ്യം തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടെററാകാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. സുധി തുടക്കം മുതൽ തന്നെ നല്ല ടെററായി തന്നെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് സംസാരിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എത്ര കാലം സുധിക്ക് അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സുധിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഇതുവരെയ്ക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊട്ടലും ചീറ്റലും സുധി ഉണ്ടാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രമാത്രം സത്യമാണെന്നൊക്കെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ. അപ്പം ഇങ്ങനൊരു ടാസ്ക് കഴിഞ്ഞു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ.